ഹലോ വെൽക്കം ടു അവർ ചാനൽ മൈ സ്പിരിച്വൽ ജേർണി 1111. അപ്പൊ നമ്മുടെ ഇന്നത്തെ റീഡിങ്ങിന്റെ ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പേഴ്സന്റെ കറന്റ് ഫീലിംഗ്സ് എന്താണെന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. റീഡിങ്സ് ജനറലൈസ് റീഡിംഗ് ആണ്, ടൈംലെസ് റീഡിംഗ് ആണ്. നിങ്ങളെപ്പോൾ കാണുന്ന ഒരു ടൈം മുതൽ നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ട് തുടങ്ങുന്നുണ്ടാവും. ഓക്കെ, സോ നിങ്ങൾ നിങ്ങളുടെ പേഴ്സണെ കുറിച്ചിട്ട് ചിന്തിക്കുക, ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്യുക, 3 ടൈംസ് അവരുടെ നെയിം പറയുക. ഒരു ടൈമിൽ ഞാൻ കാർഡ് ഷഫിൾ ചെയ്യുന്നുണ്ടാവും. ഡിവൈൻ പ്ലീസ് ഗൈഡ് മീ, എന്റെ വ്യൂവേഴ്സിന്റെ പേഴ്സന്റെ കറന്റ് ഫീലിംഗ്സ് എന്താണ്? കറന്റ് ഫീലിംഗ്സ് പ്ലീസ്. ഫുൾ ഓക്കെ, ഐ തിങ്ക് ഈ ഒരു ടൈമിൽ ഒരു പ്രസന്റ് എനർജി നിങ്ങളുടെ കണക്ഷൻ അല്ലെങ്കിൽ ഒരു കറന്റ് സിറ്റുവേഷൻ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു നിങ്ങൾ വളരെയധികം ഒരു ഡിസപ്പോയിന്റ്മെന്റിന്റെ എനർജിയിലാണ് ഇവിടെ ഉള്ളത്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കണക്ഷനിൽ എപ്പോഴും നിങ്ങളുടെ പേഴ്സൺ ഒരു ഇമ്മച്യൂരിറ്റി മാത്രമാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു മെച്യൂർ ആയിട്ടുള്ള ഒരു ആക്ഷനോ അല്ലെങ്കിൽ അതുപോലത്തെ കുറച്ച് സംസാരങ്ങളോ ഒന്നും നിങ്ങളുടെ ഒരു പേഴ്സന്റെ ആ പാർട്ട്ണറിന്റെ അടുത്ത് നിങ്ങൾക്ക് ഉണ്ടാവില്ല. ഓക്കെ, നിങ്ങളാണെങ്കിലും ഈ ഒരു കണക്ഷനിൽ ഒരു ഗോയിങ് വിത്ത് ഫ്ലോ പോകാം എന്നുള്ള ഒരു എനർജിയിലാണ് ഇവിടെ നിൽക്കുന്നുള്ളത്. കാരണം നിങ്ങൾക്ക് ക്ലാരിറ്റി ഇല്ല, നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ട് യാതൊരു തരത്തിലുള്ള ക്ലാരിറ്റി ഇല്ല എന്ന് നമുക്ക് ക്ലിയർ ആയിട്ട് പറയാൻ പറ്റും. സീറോ, ഒരു ശൂന്യതയിലുള്ള ഒരു അവസ്ഥയിലാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. പക്ഷെ ആ ഒരു സീറോ ആണ് എല്ലാത്തിനും സ്റ്റാർട്ടിങ് എന്നുള്ള ഒരു എനർജി ഉണ്ട്. പക്ഷെ എന്നാൽ പോലും ഇവിടെ ഒരു സീറോ മീൻസ് ഇവിടെ ഒരു എൻഡിങ് ആണ് കാണുന്നുള്ളത്. ടോട്ടൽ എൻഡിങ് ആണോ നമുക്ക് മുന്നോട്ടുള്ള കാർഡ്സിൽ അറിയാൻ പറ്റും. പക്ഷെ ഇവിടെ ഈ ഒരു ടൈമിൽ കണക്ഷൻ മൊത്തത്തിൽ അങ്ങ് പോസ് ആയിട്ട് നിൽക്കുകയാണ്, അല്ലെങ്കിൽ സ്റ്റക്ക് ആയിട്ട് നിൽക്കുകയാണ്. അതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഗ്രോത്ത് ഇല്ല എന്നുള്ള ഒരു എനർജിയാണ് എനിക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നത്. നിങ്ങളോ നിങ്ങളുടെ പാർട്ട്ണറോ ഇവിടെ ഒരു ഗോയിങ് വിത്ത് ഫ്ലോയിൽ പോവാണ്. അതായത് ലിവ് ഇൻ ദ മൊമെന്റ് എന്നുള്ള ഒരു എനർജി ഉണ്ടല്ലോ. ഇപ്പം ഈ മൊമെന്റിൽ എന്നെ ഹാപ്പി ആയിട്ട് എന്താണോ വെക്കുന്നത് അതിൽ ഞാൻ ഹാപ്പി ആയിട്ടിരിക്കുന്നു. എങ്ങനെയെങ്കിലും ഒരു ദിവസം കഴിഞ്ഞു പോകണം എന്നുള്ള ഒരു എനർജിയിലായിരിക്കാം നിങ്ങളുള്ളത്. ഓക്കെ, നിങ്ങൾ നിങ്ങളുടെ പേഴ്സണെ ഒത്തിരി അധികം മിസ് ചെയ്യുന്നുണ്ട്. പക്ഷേ എങ്കിൽ നിങ്ങളുടെ ഫേവറിലല്ല കാര്യങ്ങളുള്ളത്. നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ കാര്യങ്ങൾ പോകുന്നുമില്ല. ഇത്ര ഉത്തരവാദിത്തോടു കൂടി നിങ്ങളുടെ പാർട്ണർ യാതൊരു തരത്തിലുള്ള ഒരു തീരുമാനവും എടുക്കുന്നുണ്ടാവില്ല ഈ ഒരു കണക്ഷനെ കുറിച്ച്. സോ നിങ്ങൾ വളരെയധികം ടയേർഡാണ്. കാരണം ഒരു കണക്ഷനിൽ എത്രയെന്ന് കരുതിയിട്ടാണ് ഫോട്ടോ എടുത്ത് നിൽക്കുന്നുള്ളത്, അല്ലെങ്കിൽ എത്രയെന്ന് കരുതിയിട്ടാണ് നമ്മളൊരു എന്താ പറയാ ഒരു ഗീവർ ആയിട്ട് നിൽക്കുന്നുള്ളത്. സോ നിങ്ങൾ ടയേർഡ് ആയിട്ടുണ്ട്, ടോട്ടലി നിങ്ങൾ ടയേർഡ് ആയിട്ടുണ്ട്. ഇപ്പൊ ഇതിലിപ്പം ഒന്നിലേതെങ്കിലും രണ്ടിലേതെങ്കിലും ഒന്നറിയണം എന്നുള്ള ഒരു എനർജിയിലാണ് നിങ്ങൾ ഇവിടെ ഉള്ളതെന്ന് എനിക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നുള്ളത്. ഓക്കെ, നോക്കാം. ഡിവൈൻ പ്ലീസ് ഗൈഡ് മീ, എന്റെ വ്യൂവേഴ്സിന്റെ പേഴ്സന്റെ കറന്റ് ഫീലിംഗ്സ് എന്താണ്? എഗെയിൻ നമ്മൾ നോക്കുവാണെങ്കിൽ ഒരു കാര്യം കറന്റ് സിറ്റുവേഷനിൽ നമുക്ക് നിങ്ങളുടെ എനർജീസിൽ എനിക്ക് ഫീൽ ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ തിങ്ക് നിങ്ങൾക്ക് ഈ ഒരു ടൈമിൽ നിങ്ങൾ ജോലി ചെയ്യുന്നിടത്താണെങ്കിലും നിങ്ങളുടെ വീട്ടിലാണെങ്കിലും മൊത്തത്തിൽ നിങ്ങൾക്കൊരു മനസ്സിൽ ഒരു ശാന്ത അല്ലെങ്കിൽ ഒരു പീസ് പറയില്ലേ, ആ ഒരു പീസ് ഇല്ലാന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഒരു സോൾ സാറ്റിസ്ഫാക്ഷൻ, ആ ഒരു എനർജി ഇല്ല. എന്ത് ചെയ്തിട്ടും ഒരു ഹാപ്പി ആയിട്ടിരിക്കുന്ന കാര്യങ്ങളാണെങ്കിലും മൈൻഡ് ഡൈവേർട്ട് ചെയ്യാനായിട്ടാണെങ്കിലും എന്തൊക്കെ കാര്യങ്ങൾ ചെയ്താലും അതിലൊന്നും ഫുൾ ആയിട്ട് ഒരു ഫോക്കസ് കിട്ടുമോ അല്ലെങ്കിൽ ഒന്നിനും ഫോക്കസ് ചെയ്യാനോ പറ്റുന്നുണ്ടാവില്ല. നിങ്ങളുടെ ചൈൽഡ്ഹുഡ് ഫ്രണ്ടുമായിട്ടായിരിക്കാം നിങ്ങൾ റീസെന്റ് ആയിട്ട് ഡീൽ ചെയ്യുന്നുള്ളത്. ഐ തിങ്ക് നിങ്ങൾ ഈ ഒരു വ്യക്തിയായിട്ട് ഫ്രണ്ട്ഷിപ്പ് ആയിരുന്നായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ ഒരുമിച്ച് പഠിച്ചിട്ടുള്ള വ്യക്തിയൊക്കെ ആയിരിക്കാം. പക്ഷെ കുറെ കാലങ്ങൾക്ക് ശേഷം നിങ്ങൾ എഗെയിൻ അവരുമായിട്ട് മീറ്റ് ചെയ്ത് എഗെയിൻ നിങ്ങൾ റിലേഷൻഷിപ്പിലായി. പക്ഷെ കണക്ഷനിൽ എപ്പോഴും ഒരു ഇമ്മച്യൂരിറ്റിയാണ്, ഓൺ ആൻഡ് ഓഫ് എനർജീസ് ആയിരിക്കാം. നിങ്ങളോട് കുറെ കാര്യങ്ങൾ ഈ ഒരു വ്യക്തി ചെയ്തിട്ടുണ്ടാവാം. ഇവരുടെ മൈൻഡിലും ഇതൊക്കെ തന്നെയാണ്. നിങ്ങളോട് ഇപ്പൊ എന്താണോ ചെയ്തിട്ടുള്ളത് അതിൽ എഗെയിൻ നിങ്ങളെ എങ്ങനെയെങ്കിലും അപ്രോച്ച് ചെയ്യണം, നിങ്ങളെ വീണ്ടും ഈ ഒരു പഴയ ട്രാക്കിലേക്ക് കൊണ്ടുവരണം എന്നുള്ള ഒരു എനർജിയിലാണ് ഈ ഒരു വ്യക്തി ഉള്ളത്. പക്ഷെ എങ്കിൽ അവർക്ക് നല്ല രീതിക്ക് ഫിയർ ഉണ്ട്. കാരണം നേരത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു വ്യക്തി എനിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുമായിരുന്നു, എനിക്ക് വേണ്ടിയിട്ട് ഞാൻ എന്ത് കാണിച്ചാലും ഫൊർഗീവ് ചെയ്യുമായിരുന്നു. പക്ഷെ ഈ ഒരു ടൈമിൽ ഈ ഒരു മൊമെന്റിൽ ഈ ഒരു വ്യക്തി എന്നോട് ഫൊർഗീവ് ചെയ്യുവോ, റിട്ടേൺ ആ ഒരു വ്യക്തി വരുവോ എന്നുള്ള രീതിക്കൊക്കെ ഉള്ള ഒത്തിരിയധികം തോട്ട്സുകൾ ഈ ഒരു വ്യക്തിയുടെ മൈൻഡിലുണ്ട്. നമുക്കത് ക്ലിയർ ആയിട്ട് ഇവിടെ കാണാൻ പറ്റും. പക്ഷെ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വേറൊരു കാര്യം കൂടി, ഈ ഒരു വ്യക്തി നിങ്ങളെ ഒത്തിരി അധികം മിസ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ആയിരിക്കുന്ന സിറ്റുവേഷൻസിലാണെങ്കിൽ പോലും ഇവരതിൽ ഹാപ്പി അല്ല. പക്ഷെ ഒത്തിരി അധികം മിസ്സിങ്ങിന്റെ എനർജീസ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. നല്ല രീതിക്ക് ഈ ഒരു വ്യക്തി മിസ് ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ ആ ഒരു പ്രസൻസ് മിസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളെന്നുള്ള ഒരു വ്യക്തി ആയിട്ട് സ്പെൻഡ് ചെയ്തിട്ടുള്ള ഒരു മെമ്മറീസ്, ആ ഒരു മൊമെന്റ്സ് ഒക്കെ ഈ ഒരു വ്യക്തി മിസ് ചെയ്യുന്നുണ്ട് നന്നായിട്ട്. ഓക്കെ, സോ ഇവര് എനിക്ക് തോന്നുന്നു നിങ്ങൾ സിംഗിൾസ് ആണ്, റിലേഷൻഷിപ്പിലാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഗിഫ്റ്റ് ഒക്കെ കൊണ്ടുതന്ന് നിങ്ങളെ അപ്രോച്ച് ചെയ്തിട്ട് ആ ഒരു നിങ്ങളെ ഭയങ്കരമായിട്ട് സർപ്രൈസ് ഒക്കെ തന്നിട്ട് നിങ്ങളെ അപ്രോച്ച് ചെയ്ത് ഈ ഒരു കണക്ഷനിൽ വീണ്ടും നിങ്ങളെ പഴയതുപോലെ കൊണ്ടുവരണം എന്നൊക്കെ അങ്ങനെയുള്ള കുറെ പ്ലാനിങ്സ് ഈ ഒരു വ്യക്തിയുടെ മനസ്സിലുണ്ട്. നിങ്ങളുടെ പേഴ്സൺ വളരെയധികം റൊമാൻറ്റിക് ആണ്, ഗിഫ്റ്റ് ഒക്കെ നിങ്ങൾക്ക് തരുന്ന അങ്ങനത്തെ ഒരു എനർജീസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ നിങ്ങളെ അപ്രോച്ച് ചെയ്യണം എന്നുള്ള ഒരു എനർജി ഈ ഒരു വ്യക്തിയുടെ മനസ്സിലുള്ളത്. ഓക്കെ,
പിന്നെ ഈ ഒരു വ്യക്തിക്ക് ഒരു കാര്യം അറിയാം, നിങ്ങളെ കുറിച്ചിട്ട് നിങ്ങൾ വളരെയധികം ഇന്നസെന്റ് ആണ്. അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു വ്യക്തിയുടെ അടുത്ത് നിന്നിട്ടുള്ളത് വളരെ ജെനുവിൻ ആയിട്ടാണ്, റിയൽ ആയിട്ടാണ് എന്നുള്ള ഒരു എനർജി ഒക്കെ ഈ വ്യക്തിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ അവർക്ക് പേടിയുണ്ട്. ഇപ്പം ഇവർ ചിന്തിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിലുള്ള ആ ഒരു ഇന്നസെൻസ് അത് ഏതോ ഒരു ടൈമിൽ ഈ ഒരു കണക്ഷനിൽ നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ ഈ ഒരു ടൈമിൽ നിങ്ങൾ അത്രയും ഇന്നസെൻസ് നിങ്ങളിലുള്ള ഒരു ഇന്നസെൻസ് ഇല്ല എന്നുള്ള ഒരു എനർജി ഉണ്ടല്ലോ. ലൈക്ക് നിങ്ങളൊന്നും ആഗ്രഹിക്കാതായിരിക്കും ഒരു കണക്ഷനിൽ പലപ്പോഴും ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ ഒരു വ്യക്തി ഒത്തിരി അധികം നിങ്ങളെ ഹേർട്ട് ചെയ്തിട്ട് പോലും എഗെയിൻ നിങ്ങൾ ഇവരുടെ കൂടെ നിന്നിട്ടുണ്ടാവും. അങ്ങനത്തെ ഒരു എനർജി ഉണ്ടല്ലോ, അത് ഈ ഒരു വ്യക്തി കാരണം കൊണ്ട് നിങ്ങളിൽ നിന്ന് ഇല്ലാതായി പോയി, ഇങ്ങനെ ഒരു എനർജിയിൽ നിങ്ങൾ ഉണ്ടാവില്ല എന്നുള്ള ഒരു തിയറി ഒരു വ്യക്തിക്കുണ്ട്. സോ സമൂഹത്തിൽ എനിക്ക് തോന്നുന്നു ഇവിടെ തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഉണ്ട്. നിങ്ങളുടെ രണ്ടുപേരുടെ ഇടയ്ക്ക് ഒരു തേർഡ് പേഴ്സൺ ഉണ്ടായിരിക്കാം. Please guide me, divine. Please guide me, angels, universe. Please guide me. King of coins. Okay. നിങ്ങളുടെ പേഴ്സൺ വളരെ ട്രഡീഷണൽ ആയിട്ടുള്ള ബിലീഫ്സ് ഒക്കെ ഉള്ള ഒരു വ്യക്തിയാണ്. വളരെയധികം നമ്മൾ പഴഞ്ചൻ ചിന്താഗതി നമുക്ക് പറയാൻ ഒക്കെയല്ല, പക്ഷെ എന്നാലും ഇയാൾ വളരെയധികം ട്രഡീഷൻ, ഫാമിലി ഇമ്പോർട്ടൻസ് ഒക്കെ കൊടുക്കുന്ന ഒരു വ്യക്തിയാണ്. മേ ബി ഇവിടെ ഫാമിലി ആവാം തേർഡ് പാർട്ടി സിറ്റുവേഷൻസ്. വളരെയധികം മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്, ഒരു റിലേഷൻഷിപ്പിൽ ബിലീവ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ എന്നാൽ പോലും ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇവരാണ് എല്ലാത്തിന്റെ ഒരു ബേസ്. ഐ തിങ്ക് ഫാമിലിയിലാണെങ്കിൽ ഇവർ വലിയ ഇവരായിരിക്കും ഫാമിലിയിൽ എല്ലാ കാര്യങ്ങളും നോക്കിക്കൊണ്ട് പോകുന്നുള്ളത്. അപ്പൊ അതിന്റെ ഒരു റെസ്പോൺസിബിലിറ്റീസും ബേർഡൻസും എല്ലാം കാര്യങ്ങളും ഇയാളുടെ തലയിലാണുള്ളത്. അപ്പം ആ ഒരു ഇതിന്റെ ഇടയ്ക്ക് ഈ ഒരു കണക്ഷനും കൂടി അയാൾക്ക് ഹോൾഡ് ചെയ്ത് പോകാനായിട്ട് പറ്റുന്നുണ്ടാവില്ല, അല്ല അതിന്റെ ഇടയ്ക്ക് എന്തെങ്കിലും ഇഷ്യൂസ് ക്രിയേറ്റ് ആയിട്ടുണ്ടാവാം. അതുകൊണ്ട് ഈ ഒരു കണക്ഷൻ മെയിൻ ആയിട്ടും വേണ്ട എന്നുള്ള ഒരു മെന്റാലിറ്റിയിൽ, വേണ്ട മീൻസ് സിറ്റുവേഷൻസ് കാരണം കൊണ്ട് നിങ്ങളെ സ്റ്റെപ്പ് ബാക്ക് ചെയ്തിട്ടുണ്ടാവാം. ആ ഒരു എനർജീസ് എനിക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. ഇവിടെ ഒരു ഡെത്തിന്റെ എനർജി അതുകൊണ്ടാണ് ഇവിടെ ഒരു കണക്ഷനിൽ സംഭവിച്ചെന്ന് എനിക്ക് കാണാൻ പറ്റുന്നുള്ളത്. പിന്നെ ഈ ഒരു വ്യക്തി ഒത്തിരിയധികം പ്രാക്ടിക്കൽ ആയിട്ട് ചിന്തിക്കുന്ന ഒരാളാണ്, ഫാമിലി ഓറിയന്റഡ് പേഴ്സൺ ആണ്, ഫാമിലിക്ക് ഭയങ്കരമായിട്ട് പ്രയോറിറ്റി കൊടുക്കുന്ന ഒരാളാണ്. പക്ഷെ പ്രാക്ടിക്കൽ ആയിട്ടാണ്, ഇമോഷൻസ് ഇല്ലെന്ന് ചോദിച്ചാൽ ഇമോഷൻസ് ഉണ്ട്, പക്ഷെ എങ്കിൽ കൂടുതലായിട്ടും പ്രാക്ടിക്കൽ ആയിട്ട് ചിന്തിക്കുന്ന ഒരു എനർജീസ് ആണ് എനിക്ക് നിങ്ങളുടെ പേഴ്സന്റെ ഫീൽ ചെയ്യുന്നത്. Please guide me, angels, universe, divine. ഫൈവ് ഓഫ് സോഴ്സ്. ഞാൻ പറഞ്ഞില്ലേ, ഇവർ ആരുടെ കൺട്രോളിലാണ് ഉള്ളത്. ഇവര് ആ ഒരു കൺട്രോളിൽ നിന്ന് ഇവർക്ക് വരാൻ പറ്റുന്നില്ല എന്നുള്ള ഒരു എനർജിയാണ്. അതുകൊണ്ടാണ് ഇവിടെ ഭയങ്കരമായിട്ട് ഒരു നിങ്ങളുടെ ഇടയ്ക്ക് ഒരു സെപ്പറേഷൻ വന്നിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു നിങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും വാക്തർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ടാവില്ല. നിങ്ങളുടെ പേഴ്സൺ എപ്പോഴും ലാസ്റ്റ് ടൈം വഴക്കുണ്ടാക്കിയ ടൈമില്ല, ലാസ്റ്റ് ടൈം കണക്ഷന്റെ എൻഡിങ്സിൽ നിങ്ങൾ ഒത്തിരിയധികം കൺട്രോൾ ചെയ്ത് അതും ഇതൊക്കെ പറഞ്ഞ് നിങ്ങളെ ഹേർട്ട് ചെയ്തിട്ടുണ്ടാവാം. നിങ്ങളുടെ മൈൻഡിൽ അതുണ്ട്, അത് വല്ലാതെ ഡീപ്പായിട്ട് നിങ്ങളുടെ ഉള്ളിന്റെ ഉള്ളിൽ കിടക്കുന്നുണ്ട്. അത് നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. കാരണം ലാസ്റ്റ് ടൈം വഴക്കുണ്ടാക്കിയത് മേ ബി നിങ്ങളുടെ പേഴ്സൺ തന്നെ ആയിരിക്കും ഓരോന്ന് പറഞ്ഞിട്ട്. നിങ്ങളൊന്നും സൈലന്റ് ആയിട്ട് നിങ്ങളൊന്നും പറയാൻ നിങ്ങൾ സൈലന്റ് ആയിട്ട് ഇരുന്നിട്ടുണ്ടാവും. നിങ്ങൾക്ക് ഇമോഷണൽ ആയിട്ടുള്ള ടോക്ക് മാത്രമേ അങ്ങനെയുള്ള സംസാരങ്ങൾ സംസാരിച്ചിട്ടുണ്ടാവും. അല്ലാന്നുണ്ടെങ്കിൽ ഇതിൽ രണ്ടുപേരുടെ പാർട്ട്നേഴ്സിൽ ആരോ ഒരാൾ റൂഡായിട്ട് ഒരാളോട് സംസാരിച്ചതിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ ഈ ഒരു കണക്ഷനിൽ ഒരു എൻഡിങ് സംഭവിച്ചിട്ടുള്ളത്. ഓക്കെ, ഒന്നെങ്കിൽ നിങ്ങളുടെ എനർജീസ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സന്റെ എനർജി ആയിരിക്കാം. അതുകൊണ്ട് ആ ഒരു വ്യക്തി ഒത്തിരിയധികം ഹേർട്ട് ആയിട്ടുണ്ട്. ഒത്തിരിയധികം എന്ന് വെച്ചാൽ ഒത്തിരിയധികം ഹേർട്ട് ആയിട്ടുണ്ട്. ആ ഒരു പെയിൻ, ആ ഒരു ആ ഒരു പെയിൻ കൊണ്ടാണ് ഇവിടെ ഈ ഒരു കണക്ഷൻ എൻഡായി പോയിട്ടുള്ളത്. നയൻ ഓഫ് സോഴ്സ്. ഞാൻ ഓൾറെഡി പറഞ്ഞില്ലേ, ഇവരൊരു ഹോപ്പിലാണ് ഈ ഒരു കണക്ഷനിലുള്ളത്. പക്ഷെ എങ്കിൽ ഇവർക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. ശരിക്കും ഹോപ്പ് എന്ന് പറഞ്ഞാൽ അത് ദൈവമാണ്. ആ ഒരു എനർജിയിലാണ് ഈ ഒരു വ്യക്തി നിൽക്കുന്നുള്ളത്. വളരെ ഡൗൺ ആണ്, ആൻസൈറ്റിയിലാണ്, ഡിപ്രഷനിലാണ്. നമുക്ക് ക്ലിയർ ആയിട്ടുള്ള ഒരു മെസ്സേജ് ആണ് ഇവിടെ കേട്ടോ. നിങ്ങളുടെ പേഴ്സൺ ഇപ്പം ഹാപ്പി അല്ല. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും നിങ്ങൾ ഇട്ടിട്ട് പോയതിൽ ഈ ഒരു വ്യക്തി ഭയങ്കര ഹാപ്പി ആയിരിക്കുമെന്ന്. പക്ഷെ അല്ല, നല്ല രീതിക്ക് ഡൗൺ ആണ്. ആൾക്ക് ഒരു ഹാപ്പിനെസ് ഇല്ല. പക്ഷെ ആള് ഭയങ്കര കൺട്രോളിങ് ആണ്. അയാൾക്ക് ഇമോഷൻസിനെയും ഫീലിങ്സിനെയും ഒന്നും എക്സ്പ്രസ് ചെയ്യാത്ത ഒരു എനർജി ആയതുകൊണ്ട് തന്നെ എന്താ പറയാ, നിങ്ങൾ ആഗ്രഹിച്ച രീതിക്ക് കാര്യങ്ങൾ വരുന്നുണ്ടാവില്ല. ഓക്കെ,
ഈ ഒരു ടൈമിൽ നിങ്ങളുടെ പേഴ്സണ് ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റുന്നുണ്ടാവില്ല. തേർഡ് പാർട്ടിയിലും നിങ്ങളിലും, അല്ലെങ്കിൽ ഇപ്പൊ ആയിരിക്കുന്ന സിറ്റുവേഷൻസിലും നിങ്ങളിലും ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റുന്നുണ്ടാവില്ല. എനിക്ക് തോന്നുന്നു ഇവിടെ എന്തോ ക്ലാരിറ്റിയുടെ ബേസിലാണ് നിങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കും പ്രശ്നങ്ങളും ഉണ്ടായിട്ടുള്ളത്. ക്ലാരിറ്റി വേണം. അല്ലെങ്കിൽ എനിക്കൊരു നിങ്ങളുടെ കണക്ഷൻ ആണെങ്കിൽ പോലും ഫ്രണ്ട്ഷിപ്പ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫ്രണ്ട്ഷിപ്പ് ആണ്, റിലേഷൻഷിപ്പ് ആണോ എന്ന് ചോദിച്ചാൽ റിലേഷൻഷിപ്പ് ആണ്. എനിക്ക് തോന്നുന്നു ഇവിടെ മിക്കതും മാരിറ്റൽ റിലേഷൻഷിപ്പ് ആയിരിക്കാം, ഫ്രണ്ട്സ് വിത്ത് ബെനിഫിറ്റ് എന്നുള്ള ഒരു എനർജിയിലായിരിക്കാം നിങ്ങൾ ഇവിടെ ഉള്ളത്. ഇനിയിപ്പം മാരിറ്റൽ റിലേഷൻഷിപ്പ് അല്ല, സിംഗിൾസ് ആണെങ്കിൽ പോലും ഇവിടെ ഫ്രണ്ട് വിത്ത് ബെനിഫിറ്റ് ആണ്. അതായത് ഇവര് നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി തന്നിട്ടുണ്ടാവില്ല എക്സാക്ട് ഇവരുടെ ഫീലിങ്സ് എന്താണ് എന്നുള്ള രീതിക്ക്. പക്ഷെ നിങ്ങൾക്ക് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട് ഈ ഒരു വ്യക്തിക്ക് നിങ്ങളോട് ഫീലിങ്സ് ഉണ്ട്, ഇമോഷൻസ് ഉണ്ട്, ഇവർ നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണ് എന്നുള്ള ഒരു എനർജി, ഒരു ഫീലിങ്സ് നിങ്ങൾക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ടാവാം. പക്ഷെങ്കിൽ ഇവർ നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി തരുന്നുണ്ടാവില്ല. നിങ്ങൾക്കും ആ ക്ലാരിറ്റിയാണ് അത്യാവശ്യമായിട്ടുള്ളത്, പക്ഷെ അവർ തരുന്നുണ്ടാവില്ല. ടു ഓഫ് ഹാൻഡ്സിന്റെ എനർജീസ്, നിങ്ങൾ രണ്ടുപേരും രണ്ട് വ്യത്യസ്തരായിട്ടുള്ള രണ്ട് വ്യക്തികളാണ്. പക്ഷെ എന്നാൽ പോലും നിങ്ങൾ വ്യത്യസ്തരാണെങ്കിൽ പോലും നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് കണക്ട് ആകുമ്പോഴാണ് ഇവിടെ ഒരു കംപ്ലീഷൻ ഫീൽ ചെയ്യുന്നത്. നിങ്ങൾക്ക് തന്നെ അത് ഫീൽ ചെയ്തിട്ടുണ്ടാവും. ഞങ്ങൾ തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് ഏതോ ജന്മത്തിൽ ഒരു ജന്മബന്ധം, അല്ലെങ്കിൽ ഏതോ ജന്മത്തിൽ ഞങ്ങൾ നേരത്തെ കണക്റ്റഡ് ആയിട്ടുള്ളവരാണ്. നിങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ ആയിരിക്കും ഒരു വ്യക്തിയായിട്ട് അറ്റാച്ച്ഡ് ആയിട്ടുള്ളതും ഇവരുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ളതും. മേ ബി 2 months ആയിട്ടുണ്ടാവുള്ളൂ, അല്ലെങ്കിൽ 2 years ആയിട്ടുണ്ടാവുള്ളൂ. പെട്ടെന്ന് തന്നെ, അല്ലെങ്കിൽ 2 weeks 2 daysനൊക്കെ ഉള്ളിൽ നിങ്ങൾ കണക്റ്റഡ് ആയിട്ടുണ്ടാവും ഈ ഒരു വ്യക്തിയായിട്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയുന്ന കണക്ഷൻ എന്ന് ഉദ്ദേശിച്ചത് നിങ്ങൾ അത്ര ഡീപ്പായിട്ട് ഇന്റൻസ് ആയിട്ടുള്ള ഒരു ബോണ്ട് ഫീൽ ചെയ്ത കാര്യമാണ് കേട്ടോ. അല്ലാതെ നമുക്ക് ആരുമായിട്ട് വേണേലും നമുക്ക് കണക്ട് ആവാമല്ലോ. ഇത് നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയായിട്ട് ഒരു ഇന്റൻസ് ആയിട്ടുള്ള ഒരു കണക്ഷൻ ഫീൽ ചെയ്തിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ടാവാം. നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലി ലൈഫിന്റെ കാര്യങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലുള്ള കാര്യങ്ങളൊക്കെ, നിങ്ങളുടെ ലൈഫിൽ നടന്നിട്ടുള്ള ട്രോമാസും കാര്യങ്ങളും ഒക്കെ ഈ ഒരു വ്യക്തി നിങ്ങൾ ഈ ഒരു വ്യക്തിയോട് ഷെയർ ചെയ്തിട്ടുണ്ടാവും. വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾ ഇവരുമായിട്ട് അടുത്തിട്ടുണ്ടാവാം. നമുക്കത് ക്ലിയർ ആയിട്ട് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. പക്ഷെ നിങ്ങൾ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ടാവും ഈ ഒരു വ്യക്തി ഓൾറെഡി നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആണ്. അതായത് നിങ്ങൾ ഇവരെ ഒരു ഹസ്ബൻഡ് അല്ലെങ്കിൽ ഒരു വൈഫായിട്ടായിരിക്കാം നിങ്ങൾ ഇവരെ പലപ്പോഴും കണ്ടിട്ടുള്ളത്. അല്ലെങ്കിൽ ഒരു വൈഫി മെറ്റീരിയൽ, ഹസ്ബൻഡ് മെറ്റീരിയൽ എന്നുള്ള ഒരു എനർജിയിലായിരിക്കാം നിങ്ങൾ കണ്ടിട്ടുള്ളത്. ഓൾറെഡി നിങ്ങൾ ഇവരുടേതാണ് എന്നുള്ള ഒരു ചിന്ത നിങ്ങളുടെ മൈൻഡിലുണ്ട്. കാരണം ഇവർ നിങ്ങളുടേതാണ്. അത് എന്തുകൊണ്ട് ആ ഒരു ഫീലിങ്സ് തോന്നിച്ചു എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അത് അറിയുന്നുണ്ടാവില്ല. പക്ഷെ നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് ഈ ഒരു വ്യക്തിയോട് ടോക്ക് ചെയ്ത കാലം മുതൽ ഇവരെന്റെ സ്വന്തമാണ്, എന്റെയാണ് എന്നുള്ള ഒരു എനർജി നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടാവാം. ത്രീ ഓഫ് കപ്സിന്റെ എനർജീസ് ആണ് നമുക്കിവിടെ വന്നിട്ടുള്ളത്. ഐ തിങ്ക് നിങ്ങൾ ഈ ഒരു വ്യക്തിയെ വല്ല പാർട്ടിക്കൊക്കെ പോകുമ്പോഴായിരിക്കും മീറ്റ് ചെയ്തിട്ടുള്ളത് ചിലരൊക്കെ. അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു വ്യക്തിയായിട്ട് നിങ്ങളുടെ ഫ്രണ്ട്, ഞാൻ ഓൾറെഡി ഇവിടെ ഫ്രണ്ട്സിന്റെ എനർജീസ് ആണ് നമുക്ക് കൂടുതലായിട്ട് വരുന്നത്. നിങ്ങൾ ഫ്രണ്ട്സ് ആയിട്ട് ഇരുന്നിട്ടായിരിക്കാം പിന്നെ റിലേഷൻഷിപ്പിലേക്ക് ആയിട്ടുള്ളത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഫീലിങ്സ് വന്നു തുടങ്ങിയിട്ടുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ബട്ട് ഈ ഒരു ടൈമിൽ ഈ ഒരു വ്യക്തി നല്ല രീതിക്ക് ബോർഡനിലാണ്, വല്ലാത്തൊരു ബോർഡനിലാണ്. മൈൻഡിൽ ഒത്തിരി അധികം നെഗറ്റിവിറ്റീസ് ഉണ്ട് ഇയാളുടെ. ഇവര് ശരിക്കും നിങ്ങളെ കാണുന്നത്, നിങ്ങൾ ഭയങ്കരമായിട്ടും, നിങ്ങൾ ശരിക്കും ലവ് അല്ലെങ്കിൽ ഈ ഒരു കമ്മിറ്റ്മെന്റ്, അല്ലെങ്കിൽ നിങ്ങൾ ശരിക്കും ലവ് ഡിസേർവ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്ന് തന്നെയാണ്. അതായത് ഇവരുടെ കമ്മിറ്റ്മെന്റ്, ഇവരുടെ സ്നേഹം, അതൊക്കെ നിങ്ങൾ ഡിസേർവ് ചെയ്യുന്നുണ്ട്. ജസ്റ്റ് ഫ്ലേർട്ട് ചെയ്യാനോ അല്ലെങ്കിൽ ജസ്റ്റ് നിങ്ങൾ ഒരു എന്റർടൈൻമെന്റ് അങ്ങനെയുള്ള ഒരു വ്യക്തിയായിട്ടൊന്നും അല്ല നിങ്ങളെ കാണുന്നുള്ളത്. പക്ഷെ നിങ്ങൾ ശരിക്കും ഒരു കമ്മിറ്റ്മെന്റ് ഡിസേർവ് ചെയ്യുന്നുണ്ട്, നിങ്ങൾ ശരിക്കും ഒരു ലവ് ഡിസേർവ് ചെയ്യുന്നുണ്ട്, നിങ്ങൾ ശരിക്കും ഒരു കെയർ ഡിസേർവ് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു എനർജി ഉണ്ടല്ലോ. ആ ഒരു എനർജിയാണ് ഇപ്പൊ ഈ ഒരു വ്യക്തിക്ക് നിങ്ങളെ കുറിച്ചിട്ടുള്ളത്. വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു എനർജി തന്നെയാണ്. പക്ഷെ എങ്കിൽ ഇവരുടെ സിറ്റുവേഷൻസ്, മേ ബി തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് അങ്ങനെ ആയിരിക്കാം. ഇവിടെ അഗൈൻ എനിക്ക് ഡയറക്റ്റ് ആയിട്ട് തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് വന്നില്ലെങ്കിലും ഇവരുടെ ലൈഫിൽ എന്തൊക്കെയോ ട്രോമാസ് ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും കാർമിക് ബാഗേജസ് ഉണ്ടായിരിക്കാം. അതൊക്കെ ആയിരിക്കും ഇപ്പൊ ഇവരെ ഫോളോ ചെയ്ത് നടക്കുന്നുള്ളത്. ഓക്കെ, ആ ഒരു എനർജിയിലാണ് ഇവിടെ ഉള്ളത്. പലപ്പോഴും ഈ ഒരു വ്യക്തിയുടെ എനർജീസ് നോക്കുകയാണെന്നുണ്ടെങ്കിലും നിങ്ങൾ ശരിക്കും പെർഫെക്റ്റ് ആണ്. പക്ഷെ എല്ലാ തരത്തിലും നിങ്ങൾ പെർഫെക്റ്റ് ആണെന്നുള്ള ഒരു എനർജി ഈ ഒരു വ്യക്തിക്ക് നിങ്ങളെ കുറിച്ചിട്ടുള്ളത്. ഇപ്പൊ ഒരു ഹസ്ബൻഡ് ആയിട്ടായിക്കോട്ടെ, ഒരു വൈഫ് ആയിട്ടായിക്കോട്ടെ, ശരിക്കും നിങ്ങളുടെ ഉള്ളിൽ ഒരു മാതൃത്വം നിറഞ്ഞിരിക്കുന്നുണ്ടാവാം. ഒരു മാതൃ സ്നേഹമായിരിക്കാം നിങ്ങൾ ഈ ഒരു വ്യക്തിയോട് കൊടുക്കുന്നത്. അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിക്ക് ഇതുവരെ ആരുടെ അടുത്തും ഇത്രയും സ്നേഹമോ കെയറോ ലവോ ഒന്നും കിട്ടിയിട്ടുണ്ടാവില്ല. അങ്ങനെ ഒരു വ്യക്തിയായിരിക്കാം. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു ലവും കെയറും ഒക്കെ നിങ്ങളിൽ ആ ഒരു വ്യക്തിക്ക് കിട്ടുന്നുണ്ടാവാം, അല്ല നിങ്ങൾ ആ ഒരു വ്യക്തിക്ക് കൊടുത്തിട്ടുണ്ടാവാം. അതാണ് എനിക്കിവിടെ കാണാൻ പറ്റുന്നത്.
നിങ്ങൾക്ക് ഇവരോട് സ്നേഹമുണ്ട്, നമുക്ക് ക്ലിയർ ആയിട്ട് അതിവിടെ കാണാൻ പറ്റുന്നത്. നൈറ്റ് ഓഫ് കപ്സിന്റെ എനർജീസ് ആണ്. ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയെ മാരി ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്, അല്ലെങ്കിൽ ഓൾറെഡി ഞാൻ പറഞ്ഞല്ലോ ഇവിടെ ലൈക്ക് ഈ ഒരു പേഴ്സന്റെ എനർജീസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇമോഷൻസിന്റെ എനർജീസ് ആണ് ഏറ്റവും കൂടുതലായിട്ട് ഇവിടെ ഉള്ളത്. പക്ഷെ അത്രയ്ക്ക് ഇമോഷൻസ് ആണെന്ന് വെച്ചാൽ അല്ല, പക്ഷെ ഇമോഷൻസ് ഉണ്ട് നിങ്ങളെ കുറിച്ചിട്ട് ഇവിടെ. കാരണം വാട്ടർ സൈൻ ആണ് ഏറ്റവും കൂടുതൽ നമുക്ക് ഇവിടെ വന്നിട്ടുള്ളത്. ക്യാൻസർ, സ്കോർപിയോ, പൈസസ് എനർജീസും, ടോറസ്, വെർഗോ, കാപ്രിക്കോൺ എനർജി, എർത്ത്, ജെമിനി, ലിബ്ര, അക്വേരിയസ്, എയർ സൈൻ ആക്റ്റീവ് ആണ്, ഫയർ സൈനും ആക്റ്റീവ് ആണ് കേട്ടോ, ഏരീസ്, ലിയോ, സജിറ്റേറിയസ്. പക്ഷെ ഏറ്റവും കൂടുതൽ കപ്സ് 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 എന്നുള്ള എനർജി അതൊരു ഇമോഷൻസിനെ കാണിക്കുന്ന ഒരു എനർജിയാണ്. അപ്പം ഇവർ ഏറ്റവും കൂടുതൽ പ്രാക്ടിക്കൽ ആണെങ്കിൽ അതിൽ കൂടുതൽ നിങ്ങളോട് ഇമോഷണൽ ആണ്. ഒരു ഇമോഷണൽ ബോണ്ടിങ് ഈ ഒരു വ്യക്തിക്ക് നിങ്ങളോടുണ്ട്. അത് എങ്ങനെ സംഭവിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് തന്നെ അറിയുന്നുണ്ടാവില്ല. പലപ്പോഴും ഇവരൊരു നിങ്ങളുമായിട്ടൊരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടാവാം, പക്ഷെ അത് വളരെ കുറച്ച് നേരത്തേക്ക് കാണുന്നുണ്ടാവുള്ളൂ. ഇവർക്ക് തന്നെ മനസ്സിലാവും ഇവർക്ക് കൺട്രോൾ ചെയ്ത് വെക്കാനായിട്ട് പറ്റുന്നുണ്ടാവില്ല. അതുകൊണ്ടായിരിക്കണം ഈ ഒരു കണക്ഷനിൽ ഒരു വന്നും പോയി നിൽക്കുന്ന ഒരു എനർജി വരുന്നുള്ളത്. കാരണം ഇവര് മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട് നിങ്ങളിന്ന് വിട്ടു നിൽക്കാൻ, പക്ഷെ ഇത് ഇവർക്ക് പറ്റുന്നില്ല എന്നുള്ളതാണ്. നമുക്ക് പറ്റാത്ത കാര്യങ്ങൾ ശ്രമിച്ചിട്ടും കാര്യമില്ലല്ലോ എന്നുള്ളൊരു എനർജി ഉണ്ടല്ലോ, പക്ഷെ ഇവര് ട്രൈ ചെയ്യുന്നുണ്ട്. സോ ഈ ഒരു വ്യക്തിയാണെങ്കിലും ഇവരുടെ എനർജീസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവര് നിങ്ങൾക്ക് വേണ്ടിയിട്ട് സ്റ്റാൻഡ് എടുക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഒരു എന്താ പറയാ, പക്ഷെ ഈ ഒരു വ്യക്തിയുടെ എനർജീസ് നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിലേ ഈ ഒരു വ്യക്തി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി പറഞ്ഞില്ലേ, ഇവർ ഫാമിലി ഓറിയന്റഡ് പേഴ്സൺ ആണ്. ഇവർക്ക് ഫാമിലിയോട് ഭയങ്കര മതിപ്പാണ്. അപ്പം ഇവര് സ്നേഹിക്കുന്ന ആരാണോ ആ ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് എന്തും ചെയ്യാനായിട്ട് തയ്യാറാവുന്ന ഒരു എനർജി ഈ ഒരു വ്യക്തിക്കുള്ളത്. മേ ബി നിങ്ങളുമായിട്ടാണെങ്കിലും ഒരു റിലേഷൻഷിപ്പിൽ നിന്ന സമയത്ത് ഇപ്പം ഈ ഒരു ടൈമിൽ ഇവർ പ്രയോറിറ്റി കൊടുക്കുന്ന ഇവരുടെ ഫാമിലിക്കോ അല്ലെങ്കിൽ ഇവരുടെ ലൈഫിൽ അങ്ങനെ എന്തെങ്കിലും പ്രയോറിറ്റി ആയിട്ടുള്ള ഒരു വ്യക്തിയോ ഉണ്ടാവും. അങ്ങനെയുള്ളൊരു പ്ലേസ് നിങ്ങൾക്കും കിട്ടിയിട്ടുണ്ട്. അത് നമുക്ക് ക്ലിയർ ആയിട്ട് ഇവിടെ പറയാൻ പറ്റും. പക്ഷെ മറ്റുള്ളവരെ കഴിഞ്ഞും കൂടുതൽ ഏറ്റവും കൂടുതൽ ഒരു പ്രയോറിറ്റി ഒരു വ്യക്തിയുടെ മനസ്സിൽ നിങ്ങൾക്കുണ്ടെന്നുള്ളതാണ്. കാരണം ഇവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തും ചെയ്യാനായിട്ട് ഇവർ തയ്യാറാണ്. അങ്ങനത്തെ ഒരു എനർജിയാണ്. പക്ഷെ സർക്കംസ്റ്റാൻസസ് കുറെ ഉണ്ടാവും. ആ ഒരു എനർജീസ് നിങ്ങളുടെ ഇടയ്ക്കുള്ള എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ മിസ്അണ്ടർസ്റ്റാൻഡിങ്സും മനസ്സിൽ എന്തെങ്കിലും ട്രോമാസും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. അതുകൊണ്ടാണ് ഇവിടെ മുന്നോട്ടേക്ക് പോകാൻ പറ്റാത്തത് എന്നുള്ള ഒരു എനർജിയാണ് എനിക്ക് ഇവിടെ കാണാൻ പറ്റുന്നുള്ളത്. പക്ഷെ എങ്കിൽ ഇവിടെ ഒരു നെഗറ്റീവ് എനർജീസ് ഒന്നും അല്ല, എല്ലാം അവർക്ക് നിങ്ങളെ കുറിച്ച് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഉള്ളത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊരു ഒറ്റപ്പെട്ടിരിക്കുകയാണ് എന്നുള്ള ഒരു എനർജി ഒക്കെയാണ് ഇവിടെ ഉള്ളത്. പിന്നെ സ്ട്രെങ്ത് ഇല്ലായ്മ, സ്ട്രെങ്ത് മീൻസ് ഇന്നർ സ്ട്രെങ്ത് ആണ് കേട്ടോ. ഇവിടെ പലപ്പോഴും നമ്മുടെ മനസ്സിൽ കുറെ അധികം ഫീലിങ്സ് ഉണ്ട്, മില്യൺസ് ഓഫ് ഫീലിങ്സ് ഉണ്ടെങ്കിലും അതിനെ എക്സ്പ്രസ് ചെയ്യാനായിട്ടും എനിക്ക് ഇന്ന ഫീലിങ്സ് നിങ്ങളോടുണ്ടല്ലെങ്കിൽ ഇന്ന ഫീലിങ്സ് അതൊക്കെ കറക്റ്റ് ഒന്ന് പറയാനായിട്ട് പറ്റുന്നുണ്ടാവില്ല. ചിലതൊക്കെ ഉണ്ടാവില്ല. ഇപ്പം ഒരു റിലേഷൻഷിപ്പിൽ ബ്രേക്കപ്പ് ആയാൽ പോലും അവരായിരിക്കും പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്ത് പോകുന്നുള്ളത്. എന്നാൽ പോലും ആ ഒരു വ്യക്തിക്ക് നീ എന്നെ വിട്ടിട്ട് പോവല്ലേ അങ്ങനെ പറയാനായിട്ട് ഒരു ബുദ്ധിമുട്ടുള്ള ആളുകൾ ഉണ്ടാവുമല്ലോ. എന്ന് പറഞ്ഞ പോലത്തെ ഒരു ക്യാരക്ടറാണ് ഈ ഒരു വ്യക്തിക്ക്. ഇയാൾക്ക് നിങ്ങളോട് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ പോലും പലപ്പോഴും ഈ ഒരു വ്യക്തി നിങ്ങൾ പോകുന്നതിൽ നിന്ന് നിങ്ങളെ പിടിച്ചു നിർത്താൻ ശ്രമിച്ചിട്ടുണ്ടാവില്ല. പോവല്ലേ പ്ലീസ്, അങ്ങനെയുള്ള ഒരു എനർജി ഈ ഒരു വ്യക്തി പറഞ്ഞിട്ടുണ്ടാവില്ല. അങ്ങനെ പറയാത്തൊരു വ്യക്തിയായിരിക്കാം നിങ്ങളുടെ പേഴ്സൺ. അത് പ്രത്യേകിച്ചൊന്നുമല്ല, അങ്ങനെ പറയുമ്പോഴേക്കും ഇവർ ശരിക്കും നിങ്ങളുമായിട്ട് ഇമോഷണലി അറ്റാച്ച്ഡ് ആണ് എന്നുള്ള ഒരു എനർജി നിങ്ങൾക്ക് മനസ്സിലാകുമല്ലോ എന്നോർത്തിട്ടുള്ള ഒരു എനർജി കൊണ്ടാണ് ഇവിടെ ഈ ഒരു വ്യക്തി നിങ്ങളുടെ അടുത്ത് നിന്നെല്ലാം ഹൈഡ് ചെയ്ത് വെക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് ഇവരുടെ ഫീലിങ്സിനെ, ട്രൂ ഫീലിങ്സിനെ, ഇവർക്ക് നിങ്ങളോടുള്ള ഇമോഷൻസിനെ ഹൈഡ് ചെയ്ത് വെക്കുന്നതെന്ന് എനിക്ക് ഇവിടെ കാണാൻ പറ്റുന്നുള്ളത്. ഓക്കെ, നോക്കാം. ഡിവൈൻ പ്ലീസ് കഴിഞ്ഞ് എന്റെ വ്യൂവേഴ്സിന്റെ പേഴ്സന്റെ കറന്റ് ഫീലിങ്സ് എന്താണ്? നിങ്ങൾ വളരെയധികം ഫോർഗീവിംഗ് ആണ്, അതുപോലെ തന്നെ വളരെ ഓണസ്റ്റ് ആണെന്നാണ് ഈ ഒരു വ്യക്തി പറയുന്നുള്ളത്. നിങ്ങൾ വളരെയധികം ജെനുവിൻ ആണ് എന്നുള്ളൊരു എനർജിയാണ്. നിങ്ങൾ പലപ്പോഴും ഈ ഒരു വ്യക്തിയെ സന്തോഷിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ടാവാം, അല്ലെങ്കിൽ തിരിച്ചാവാം. യു മേക്ക് മീ കംപ്ലീറ്റ്. ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ സ്നേഹിച്ചതുപോലെ ഈ ഒരു വ്യക്തി ആരും സ്നേഹിച്ചിട്ടില്ല, അല്ലെങ്കിൽ തിരിച്ചു ആവാനായിട്ടുള്ള സാധ്യതയുണ്ട്. നിങ്ങൾ ഈ ഒരു വ്യക്തി സ്നേഹിച്ചോളെ ജീവിതത്തിൽ ഒരിക്കലും ആരും ഇത്രയും സ്നേഹിച്ചിട്ടുണ്ടാവില്ല. ഇത് നിങ്ങൾക്ക് റിലേഷൻഷിപ്പ് ഉണ്ടാവാം, മാരേജ് ലൈഫ് ഉണ്ടാവാം, പക്ഷെ അവിടെ നിന്ന് ഈ ഒരു വ്യക്തി തന്നിട്ടുള്ള അത്രയും സ്നേഹമോ കെയറോ ഒന്നും നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇവരുടെ അഡിക്ഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ ഇവരെ വിറ്റ് കളയരുതെന്നുള്ള ഒരു ചിന്തയായിരിക്കാം നിങ്ങളുടെ മൈൻഡിലുള്ളത്.
അത് നമുക്ക് ഇവിടെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട്. കാരണം നിങ്ങളുടെ ഏറ്റവും ബാഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻസിലായിരിക്കാം നിങ്ങൾ ഈ ഒരു വ്യക്തിയെ മീറ്റ് ചെയ്തതും ദൈവമായിട്ട് നിങ്ങളെ ഇവിടെ കണക്ട് ചെയ്യിപ്പിച്ചിട്ടുള്ളതും. ഇതൊരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആണ്, നമുക്ക് ക്ലിയർ ആയിട്ട് ഇതിവിടെ പറയാൻ പറ്റും. പാസ്റ്റ് ലൈഫ് കണക്ഷൻ, നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പാസ്റ്റ് ലൈഫ്സിൽ അങ്ങനെയുള്ള ഒരു എനർജീസ് ഉണ്ടാവാം. സോ അതുകൊണ്ട് തന്നെ എന്താ, അതുകൊണ്ടായിരിക്കണം നിങ്ങൾ ഇവിടെ കണക്ട് ആയിട്ടുള്ളത്. കാരണം എപ്പോഴും ഈ ഒരു എനർജി തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നുള്ളത്. സ്റ്റാർട്ടിങ് ടു നമുക്ക് ഈ ഒരു പാസ്റ്റ് ലൈഫ്, നിങ്ങൾ ഓൾറെഡി നിങ്ങൾ ഏതോ ജന്മത്തിലൊക്കെ കണക്റ്റഡ് ആയിട്ട് വന്നവരാണ്. അതുകൊണ്ടാണ് നിങ്ങൾ കുറച്ച് നാളുകൾ കൊണ്ട് തന്നെ ഇവിടെ കണക്ട് ആയിട്ടുള്ളതെന്ന് എനിക്ക് ഇവിടെ കാണാൻ പറ്റുന്നുള്ളത്. ഓക്കെ, അപ്പൊ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ റീഡിംഗ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് ഹിറ്റ് ദി ബെൽ ഐക്കൺ, ഡോണ്ട് ഫോർഗെറ്റ്. അതുപോലെ തന്നെ ആർക്കെങ്കിലും എൻ്റെ അടുത്തുനിന്ന് പേഴ്സണലൈസ്ഡ് റീഡിംഗ് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് DM ചെയ്യുക. So thank you so much.